സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൽപ്പനയിൽ ഗൗതമും കൂടി പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ കൺമുമ്പിൽ കാണുവാണ് സൂര്യ. ആ കാഴ്ച കണ്ട് താങ്ങാനാവാതെ നിൽക്കുവാണ് കേട്ടോ. ഈ സമയം സൂര്യ കൽപ്പനയോട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഈ വീട്ടിൽ വെച്ച് അതും എൻ്റെ അനിയൻ്റെ കൂടെ നിനക്ക് നാണമില്ലേ ഇത്രയും വലിയൊരു ചതി എന്നോട് ചെയ്യാനായിട്ട്? നീ ചെയ്യുന്ന പല കാര്യങ്ങളും ഇത്രയും നാൾ ഞാൻ കണ്ടില്ല എന്ന് നടിക്കുമായിരുന്നു. ഇതിലും ഭേദം നിനക്ക് എന്നെ അങ്ങ് കൊന്നു കളഞ്ഞൂടെ? അന്നേരം കൽപ്പനക്കും അങ്ങ് ദേഷ്യം വരുവാണ് കേട്ടോ. കൽപ്പന പറയണേ, നിങ്ങളെ കൊല്ലാൻ പലതവണ ശ്രമിച്ചതാ, പക്ഷേ എന്നിട്ടും ചാവുന്നില്ലല്ലോ. എൻ്റെ ജീവിതം മുഴുവനായിട്ട് നശിപ്പിക്കാനായിട്ട് ഇതുപോലെ വീൽ ചെയറിൽ കുത്തിക്കിടക്കുമല്ലോ നിങ്ങളും. എൻ്റെ ആയുസിൻ്റെ ഒരു നല്ല ഭാഗം നിങ്ങളുടെ ഭാര്യയായിട്ട് ഇതുപോലെ ജീവിച്ച് എൻ്റെ ജീവിതം തന്നെ നശിച്ചു. ഇനിയും അങ്ങനെ നശിപ്പിക്കാൻ ഈ കൽപ്പന ഉദ്ദേശിക്കുന്നില്ല. ഈ സമയം സൂര്യ പറയണേ, നിൻ്റെ ഈ ചതി ഞാൻ എല്ലാവരും അറിയിക്കും, എല്ലാവരും അറിയട്ടെ. അങ്ങനെ സൂര്യ വീൽ ചെയർ തിരിച്ച് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നതും കൽപ്പന ദേഷ്യത്തിലെ സൂര്യയെ തള്ളിയിടുവാണ്. അങ്ങനെ വീൽ ചെയറിൽ നിന്നും സൂര്യ ഉരുണ്ടുരുണ്ട് താഴേക്ക് വീഴുവാണ് കേട്ടോ. ഈ സമയം ഈ ഒച്ച കേട്ട് രാധിക അങ്ങോട്ടേക്ക് ഓടി വരികയും സ്റ്റെപ്പിൽ നിന്ന് വീഴാൻ പോകുന്ന സൂര്യയെ താങ്ങിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം വരുണും മുത്തശ്ശിയും പ്രിയങ്കയൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അവരും ഈ ഒച്ചയൊക്കെ കേട്ട് അവിടെ നിന്ന് ഓടിപ്പാഞ്ഞു വരുവാണ്. അന്നേരം രാധിക സൂര്യയെ താങ്ങിയെടുക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ വരുണും ബാക്കി എല്ലാവരും കൂടി ഒരുമിച്ച് സൂര്യ അവിടെ നിന്നും പൊക്കി സോഫയിൽ കൊണ്ടുപോയി ഇരുത്തുവാണ്. അന്നേരം കൽപ്പനയും ഗൗതവുമാണെങ്കിൽ ടെൻഷനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ് കേട്ടോ. എന്താ ഏട്ടാ, എന്താ പറ്റിയത് എന്ന് ടെൻഷനോട് കൂടി വരുൺ ചോദിക്കുവാണ്. അന്നേരം സൂര്യക്കാണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഈ കാര്യമൊന്നും പറയാനും പറ്റുന്നില്ല. അങ്ങനെ അതെല്ലാം മനസ്സിലൊതുക്കി സങ്കടത്തോടു കൂടി നിൽക്കുവാണ് സൂര്യ. പിന്നീട് കാണിക്കുന്നത് ഒറ്റയ്ക്ക് വീൽ ചെയറിലിരുന്ന് സങ്കടപ്പെടുന്ന സൂര്യനെയാണ് കേട്ടോ. സൂര്യയുടെ ഉള്ളിൽ എന്തോ ഒരു വിഷമമുണ്ടെന്ന് അത് കാണുന്ന രാധികയ്ക്ക് മനസ്സിലാകുവാണ്. രാധിക പതിയെ സൂര്യയുടെ അരികിലേക്ക് ചെല്ലുകയും സൂര്യയുടെ മനസ്സിലുള്ള സങ്കടം എന്താണെന്ന് ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ശരീരത്തിൻ്റെ വേദന നോക്കുന്നില്ല, ആരോടൊന്നും സംസാരിക്കുന്നില്ല. എന്തു പറ്റിയേട്ടാ, എന്താ ഏട്ടനെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ആ കാര്യം അത് തുറന്നു പറഞ്ഞൂടെ? ഈ സമയം സൂര്യയാണെങ്കിൽ ഒന്നും പറയാതെ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. പിന്നീട് പെട്ടെന്ന് തിരിയുന്ന രാധിക ആരെയോ കണ്ട് ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്